കഴിഞ്ഞ ദിവസമായിരുന്നു ശബരിമലയുടെ മുൻ ദേവസ്വം അംഗമായിട്ടുള്ള വിജയകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുന്നതും പിന്നീട് മൊഴി രേഖപ്പെടുത്തുന്നതും. അപ്പൊ അദ്ദേഹത്തിന്റെ മൊഴിയിൽ നിന്നും അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. സഖാവ് പറഞ്ഞു താൻ ഒപ്പിട്ടു. അതായത് പത്മകുമാർ ചൂണ്ടിക്കാണിച്ചിടത്തെല്ലാം അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു എന്നല്ലാതെ തനിക്ക് ഇതിനെക്കുറിച്ച് വേറെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈ ഒഴിയുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇത്രത്തോളം ഉത്തരവാദിത്തമുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ വെറുതെ ആരെങ്കിലും വന്ന് ഇന്നയിടത്ത് ഒപ്പിടണം എന്ന് പറഞ്ഞാൽ ഒന്ന് വായിച്ചു പോലും നോക്കാതെ ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഈ പറയുന്ന ഭക്തരും ജനങ്ങളും മണ്ടന്മാരാണ്. ഭക്തരും ജനങ്ങളും മണ്ടന്മാരോ എന്നതിനപ്പുറത്തേക്ക് സഖാവ് പറഞ്ഞു ഒപ്പിട്ടു, അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് വിജയകുമാർ കൈ കഴുകുന്നത്. അങ്ങനെ കൈ കഴുകാനൊന്നും പറ്റത്തില്ല. യഥാർത്ഥത്തില് ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടിട്ട് അതായത് അവിടെ നിയമത്തിലാണ് ഭേദഗതി വരുത്തുന്നത്. ആ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വെളിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നിയമത്തില് ഭേദഗതി വരുത്തിയാണ് ഇവർ ചെയ്തത്. അവിടെ സഖാവ് പറഞ്ഞു, പത്മകുമാർ സഖാവ് എന്നോട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഒപ്പിട്ട് കൊടുത്തു എന്നല്ല. അത് സ്വർണമല്ല ചെമ്പാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഇത് മാറ്റുന്നത്, ആ നോട്ടീസ് ആ റിപ്പോർട്ട് മാറ്റുന്നത്. അപ്പൊ ആ റിപ്പോർട്ടിനകത്ത് ചേഞ്ച് വരുത്തുന്നത് സഖാവ് അറിഞ്ഞുകൊണ്ടാണോ അല്ലയോ എന്നല്ല, അത് ഒപ്പിട്ട് കൊടുത്ത ആരാണ്, ആ നിയമത്തിൽ മാറ്റം വരുത്തിയത്. അത് സ്വർണമല്ല ചെമ്പാണ്, അത് ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥർക്കെല്ലാം അറിയാം അത് സ്വർണമായിരുന്നു എന്ന് അറിഞ്ഞിട്ടും അത് ചെമ്പാണ് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരും കുറ്റക്കാരാണ്. ഇതില് CPM ഇപ്പൊ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് CPM എന്താണ് ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്, അവരാരും കുറ്റക്കാരല്ല, അവരെ പോലെ ഒരു നന്മ മരം വേറെ ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും CPM-ൽ അവരെ നിലനിർത്തുന്നത് എന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ കുറ്റക്കാരാണ്, അവിടെ തീരും. CPM-ന് ഈ വിഷയത്തിലുള്ള പ്രതിസന്ധി അവിടെ തീരും. ഞങ്ങൾ കുറ്റക്കാരായിട്ടുള്ളവരെ ഞങ്ങൾ പുറത്താക്കി, അവിടെ തീരുന്ന വിഷയമാണ്. അത് വീണ്ടും ഇളക്കി മറിച്ച് വീണ്ടും വീണ്ടും ഇത്രയും നാൾ കൊണ്ടുപോയി പത്മകുമാർ കുറ്റക്കാരൻ തന്നെയാണ് എന്നാണ് SIT പറയുന്നത്. ഈ ഇതുവരെ പുറത്തു വന്നുള്ള റിപ്പോർട്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പത്മകുമാർ കുറ്റക്കാരൻ തന്നെയാണ്. അല്ല, പത്മകുമാർ കഴിഞ്ഞ തവണ പത്മകുമാർ പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. അയാൾ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഞാനിവിടെ പരിചയപ്പെടുമ്പോൾ തന്നെയും, അതായത് മന്ത്രിക്കും തന്ത്രിക്കും എന്നേക്കാൾ മുന്നേ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയപ്പെട്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഈ ഓരോ വ്യക്തികളെയും മൊഴിയെടുക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒക്കെ ഒന്ന് പോലീസിന് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് ഇട്ട് കൊടുക്കുക എന്നുള്ളത് ഒരു രീതി ആയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ മന്ത്രിക്കും തന്ത്രിക്കും എന്ന് പറഞ്ഞപ്പോൾ ആരാണ് ആ മന്ത്രി എന്നൊരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ സഖാവ് പറഞ്ഞു താൻ ഒപ്പിട്ടു, ഒറ്റ സെന്റൻസിൽ കാര്യം അവസാനിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേസിന്റെ അവസാനം ചെന്നെത്തുമ്പോഴും ഇതേ ഡയലോഗ് തന്നെയായിരിക്കും നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഈ കേസിലെ ഓരോ ആളുകളെയും നമ്മൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവസാനത്തെ അവരുടെ ഡയലോഗും ഇത് തന്നെ ആയിരിക്കും. സഖാവ് പറഞ്ഞു ഞാൻ ഒപ്പിട്ടു. മേലോട്ട് പോകുമ്പോ ഓരോ സഖാക്കന്മാര് പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ. ഏതൊക്കെ സഖാക്കന്മാർ ഇനി വരും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. മന്ത്രിയും തന്ത്രിയും തമ്മിൽ നേരത്തെ അടുപ്പമുണ്ടെങ്കിൽ ഇവരിൽ ഒരു സഖാവ് ചിലപ്പോ ഇതിൽ കുറ്റക്കാരനായിരിക്കാം എന്നാണ് ഈ കേസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമല വിഷയം CPM-നെ അത്രത്തോളം പ്രതിസന്ധിയിലാക്കിയ ഒരു വിഷയമാണ്. ഇപ്പോ പോറ്റിയെ കയറ്റി എന്നുള്ളൊരു ഗാനത്തോടുള്ള CPM-ന്റെ അസഹിഷ്ണുത തന്നെ അതിന്റെ ഏറ്റവും വലിയൊരു ഭാഗം മാത്രമാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ കേസെടുക്കാൻ പോകുന്ന, അവസാനം ജനങ്ങൾ തങ്ങൾക്കെതിരെ തിരിയുമെന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ കേസെടുക്കുന്നില്ല എന്ന് പറഞ്ഞത് മാറ്റിയെടുത്തത്. കഴിഞ്ഞ ദിവസം നോക്കൂ, കോൺഗ്രസിന്റെ ഒരു നേതാവിനെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ നിൽക്കുന്ന ഒരു പടം പുറത്തേക്ക് വിടുന്നു. എന്നിട്ട് ആ പടം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ജയ്ഹിന്ദ് ചാനലിൽ പോലൊരു ഫൈറ്റ് അത് കണ്ട് ചിരിച്ച് മണ്ണ് കപ്പി അത്രയ്ക്കുള്ളൊരു സാധനമാണ് അതിനകത്തുള്ളത്. എന്ന് പറഞ്ഞ ടെക്നോളജി A1 സാങ്കേതിക വിദ്യയെ പറ്റി കേട്ടിട്ടുണ്ടോ? സഖാക്കന്മാരുടെ ഒരു ആത്മവിശ്വാസമാണ്. നമ്മള് ഗോവിന്ദ മാഷിൽ മാത്രമാണ് ഇത് കണ്ടിട്ടുള്ളത്. എനിക്കൊന്നു ശബരിമല വിഷയം ആദ്യം തന്നെ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന വേളയില് ഗോവിന്ദ മാഷ് പറഞ്ഞത് സീറ്റില്ല, ആരും വന്നിട്ടില്ല, വലിയ രീതിയിൽ പ്രചരണങ്ങൾ, ഇത്രയും കോടി രൂപ മുടക്കി ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഭക്തരില്ല, 4000 ഭക്തരുണ്ട് എന്ന് പറയുന്നു, താണ്ടെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് കസാരകൾ, മുഖ്യമന്ത്രി സംസാരിക്കുന്ന വേളയിൽ തന്നെ കസാരകൾ ഇത്രയേ ഉള്ളൂ, ബാക്കി ഇവിടെ ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞതാണ്, ഇത് സാങ്കേതിക വിദ്യയിൽ ഉണ്ടാക്കിയ CPM-നെ തകർക്കാനുള്ള ഒരു ചീട്ട് മാത്രമാണ്, ഇതുകൊണ്ട് ഞങ്ങൾ തകരില്ല. അങ്ങനെ താത്വികമായിട്ട് കുറെ അവലോകനങ്ങൾ നടത്തി. ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോറ്റതും എയുടെ അമിത പ്രസരം കൊണ്ടാണ് എന്ന് പറയുന്ന പല ആളുകളും ഉണ്ട്. CPM-നെ സംബന്ധിച്ച് അല്ല, ഇപ്പോ അവരുടെ പുതിയൊരു സഖാവിന്റെ പ്രസ്താവന അനുസരിച്ച് അത് A1 സാങ്കേതിക വിദ്യയാണ്.
അല്ല, അമേരിക്കയുടെ ആണെങ്കിൽ A1 സാങ്കേതിക വിദ്യയാണ് കേരളത്തിൽ CPM-നെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കോൺഗ്രസും BJP-യും ശക്തമായി ഒന്ന് ചേർന്നുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാങ്കേതിക വിദ്യയുടെ പേരാണ് A1 സാങ്കേതിക വിദ്യ. ഈ A1 സാങ്കേതിക വിദ്യയുടെ മറവിലാണ് സ്വർണം വരെ കട്ടുകൊണ്ടുപോയത്. അത് CPM അല്ല, കോൺഗ്രസും BJP-യും എന്നാണ് CPM-ന്റെ ആരോപണം. എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിൽ വലിയൊരു വിഷയം നടക്കുന്ന സാഹചര്യത്തിൽ പത്മകുമാർ കുടുങ്ങി. പത്മകുമാറിന്റെ കുടുങ്ങുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം വിജയകുമാറിന്റെ മൊഴിയാണ്. സഖാവ് പറഞ്ഞു ഞാൻ ഒപ്പിട്ടു, എനിക്കറിയാമായിരുന്നു അത് സ്വർണം അല്ല, അത് ചെമ്പല്ല സ്വർണമാണ്, പക്ഷെ സഖാവ് അതിൽ ഒപ്പിടാൻ പറഞ്ഞു, ഞാൻ ഒപ്പിട്ടു. അപ്പോ അവിടെ പത്മകുമാറിന് അറിയാം ആ വെളിയിലേക്ക് കൊണ്ടുപോകുന്നത് ചെമ്പല്ല സ്വർണമാണെന്ന് പത്മകുമാറിന് അറിയാം, വിജയകുമാറിനും അറിയാം. അപ്പൊ അതിന് മുകളിലുള്ള സഖാക്കന്മാർ ഉണ്ടാകുമല്ലോ. ഇതുവരെ പത്മകുമാർ എന്തുകൊണ്ടാണ് ആരുടെയും പേര് മിണ്ടാതെ വായടച്ച് മിണ്ടാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് താഴെയുള്ള സഖാവ് പറഞ്ഞത് തന്നെയാണ്. സഖാവ് പറഞ്ഞു ഞാൻ ഒപ്പിട്ടു. പത്മകുമാറിന്റെ മേളിൽ പിന്നെ മന്ത്രിയാണുള്ളത്. പത്മകുമാറിന്റെ മേളിലും ഒരു മന്ത്രിയാണുള്ളത്. ഇപ്പൊ നമുക്കറിയാം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ് പത്മകുമാർ എങ്കിലും CPM-ന്റെ കടുത്തൊരു നേതാവാണ് പത്മകുമാർ എന്ന് പറയുന്ന ഒരാൾ. അപ്പോ ഇവിടെ AKG സെന്ററിൽ നിന്ന് ഒരു വാക്ക് കിട്ടാതെ പത്മകുമാർ അതിൽ ഒപ്പിടുമോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാണ്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും പത്മകുമാറിനും അറിയാം സഖാവ് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഒപ്പിട്ടു. പത്മകുമാറിന്റെയും അവസാനത്തെ മൊഴി അവിടെ നിന്നായിരിക്കും തീരുന്നത്. ഇനി മന്ത്രിയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാലും മന്ത്രിയും പറയാൻ പോകുന്നത് സഖാവ് പറഞ്ഞു ഞാൻ അതനുസരിച്ചു. അവസാനം ഏത് സഖാവിൽ ചെന്ന് എത്തും എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പൊ SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസ്താവനയുണ്ട്, ഇതിന് വലിയ വലിയ സ്രാവുകളുണ്ട്, അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് രമേശ് ചെന്നിത്തല ഒരു പ്രസ്താവന ഉന്നയിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയാണ് ഇതിനകത്ത് കൂടുതലും ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു പരിധിയിൽ അവിടെ നിന്നു പോകുമെന്ന് തോന്നിയ SIT-യെ വീണ്ടും ശക്തി പകർന്നുകൊണ്ട് ഇതില് 1000 കോടിയുടെ അഴിമതി അല്ലെങ്കിൽ പഞ്ചലോക വിഗ്രഹങ്ങള് അങ്ങനെ വലിയ വലിയൊരു അഴിമതി കഥകളിലേക്ക് ശബരിമല പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം രമേശ് ചെന്നിത്തല തന്നെയാണ്. അപ്പോ ഡി മണിയെ പിടിക്കുന്നു, ഡി മണിയുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് വീണ്ടും വിളിപ്പിക്കാൻ പോകുന്നു. ഡി മണി മറ്റൊരു വ്യവസായിയെ ചാക്കിൽ കുറെ ഇത്തരത്തിലുള്ള പഞ്ചലോക വിഗ്രഹങ്ങൾ കാണിച്ചു എന്ന് പറയുന്ന ഒരു മൊഴി അദ്ദേഹം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് വിദേശ വ്യവസായി. അപ്പോ എന്തു തന്നെയാണെങ്കിലും മൊഴികളെല്ലാം ശേഖരിച്ചു വരുന്നുണ്ട്. ഇനി തെളിവുകളും കൂടെ കിട്ടിക്കഴിഞ്ഞാല് അവസാനം ഏത് സഖാവിൽ ചെന്നെത്തുമെന്ന് ഇതുവരെ കേരള ജനതയ്ക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ടാകും. ഏതെങ്കിലും നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ ദൈവതുല്യനെ പോലെ കാണുന്ന ഏതെങ്കിലും ഒരു സഖാവ് അവസാനം സ്വാമിയെ ശരണമയ്യപ്പ വിളിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ചെന്നെത്തും.